സർ, ഈ UP നേപ്പാൾ അതിർത്തിയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന മോസ്കുകളും മദ്രസകളും ഒക്കെ യോഗി ആദിത്യനാഥ് തകർത്തു. ഈ യുദ്ധം ഇപ്പോൾ ഏത് സമയത്തും ഉണ്ടാകാം എന്നുള്ളൊരു സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത്. ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ബന്ധമുണ്ടല്ലോ. എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ നേപ്പാളുമായിട്ട് യോഗി ആദിത്യനാഥിന് നല്ല ബന്ധമുണ്ട്. നേപ്പാൾ രാജകുടുംബത്തിൻ്റെ ആചാര്യനാണ് അദ്ദേഹം. ഹിന്ദു മതരാഷ്ട്രം ആയിരുന്നല്ലോ നേപ്പാൾ. രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് ലോകത്തിലെ ഏക ഹിന്ദുമത രാഷ്ട്രം ആയിരുന്നു നേപ്പാൾ. അപ്പോൾ മറ്റേ ഗോരഖ്നാഥ് പീഠം അധിപതി ആണല്ലോ യോഗി ആദിത്യനാഥ്. ആ പീഠം ആയിരുന്നു അവരുടെ ഒരു കുലദേവത ഒക്കെ ആയിട്ടൊക്കെ അവർ കരുതിയിരുന്നത്, അവരുടെ ആചാര്യന്മാരും ഒക്കെ ആയിട്ട് നേപ്പാൾ. ഇപ്പോൾ അടുത്ത കാലത്ത് രാജഭരണം വീണ്ടും വരണം എന്ന് പറഞ്ഞ് പ്രക്ഷോഭങ്ങളൊക്കെ നടന്നല്ലോ. ആ സമയത്ത് യോഗിയുടെ പോസ്റ്ററും ഒക്കെ തൂക്കി പിടിച്ചിട്ടാണ് പ്രക്ഷോഭകാരികളൊക്കെ നടന്നിരുന്നത്. അപ്പോൾ യോഗി ഏതെങ്കിലും തരത്തിൽ അവരെ രക്ഷിക്കും എന്നുള്ള ധാരണയൊക്കെ അവർക്കും ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ 250 അനധികൃത മോസ്കുകളും മദ്രസകളും ആണ് കഴിഞ്ഞ ദിവസം ഈ യുദ്ധം വരുന്ന സാഹചര്യത്തിൽ നശിപ്പിച്ചിരിക്കുന്നത്. അത് 6 ജില്ലകളിൽ, നേപ്പാൾ അതിർത്തിയിലെ ഉത്തർപ്രദേശിൻ്റെ 6 ജില്ലകളിലാണ് ഇങ്ങനെ JCB ഒക്കെ ഇറങ്ങി ഇതൊക്കെ ഉന്തിത്തള്ളി നശിപ്പിച്ചിരിക്കുന്നത്. ഈ നേപ്പാൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ട് ചേർന്ന് പോകുന്ന രാജ്യമല്ല. അത് ഈ മാവോയിസ്റ്റ് പിടിയിലകപ്പെട്ട് മാവോയിസ്റ്റ് ഭരണം ഒക്കെ വന്ന് തുടങ്ങിയപ്പോൾ ചൈനയുടെ കൂടെ ആണ് മാവോയിസ്റ്റ് ഭരണകൂടങ്ങൾ നിലനിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ചൈനയ്ക്ക് വലിയ സ്വാധീനം ഇപ്പം നേപ്പാളിലുണ്ട്. BRI ബിൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പല രാജ്യങ്ങളിലും നടപ്പാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പാപ്പരായി എന്നൊക്കെ തോന്നുന്ന രാജ്യങ്ങളിലൊക്കെ പോയിട്ടാണ് BRI ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് അടിസ്ഥാന സൗകര്യ പദ്ധതി ചൈന അടിച്ചേൽപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ രാജ്യങ്ങൾ കടക്കണിയിലാവുമ്പോൾ പിന്നെ പറഞ്ഞെടുത്ത് നിൽക്കുമല്ലോ. അങ്ങനെ ഒരുപാട് റെയിൽവേ പദ്ധതികൾ, റോഡ് പദ്ധതികളൊക്കെ നേപ്പാളിൽ ചെയ്യുന്നുണ്ട് ചൈന. അപ്പോൾ ചൈനയുടെ പരിധിയിൽ നിൽക്കുന്ന രാജ്യം എന്നുള്ള നിലയ്ക്കൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നേപ്പാൾ എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേപ്പാൾ അതിർത്തിയിൽ മോസ്കുകളും മദ്രസകളും ഈ അനധികൃതം അംഗീകാരമില്ലാത്തത് ഒക്കെ ഇരിക്കുമ്പോൾ അവർ ഇന്ത്യയുടെ കൂടെ നിൽക്കും എന്ന് വിശ്വസിക്കാനും പറ്റില്ലല്ലോ. കാരണം പാകിസ്ഥാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മോസ്കുകളും ഒക്കെ മദ്രസകളും ഒക്കെ ആയിരിക്കും, അവിടെ നിന്ന് സഹായമൊക്കെ കിട്ടുന്നുണ്ടാവും. അതാണ് യോഗി ഒരു ദേശാഭിമാനി എന്നുള്ള നിലയ്ക്ക് ഇപ്പം തന്നെ രംഗത്തിറങ്ങി നശിപ്പിച്ചു കളഞ്ഞത്. 6 അതിർത്തി ജില്ലകളിലാണ് ഈ സർക്കാർ ഭൂമിയിൽ നുഴഞ്ഞു കയറി മദ്രസകളും മോസ്കുകളും വേറെ കെട്ടിടങ്ങളും ഒക്കെ പണിതതാണ്. 6 അതിർത്തി ജില്ലകളിലാണ് ഈ മോസ്കുകളും മദ്രസകളും ഒക്കെ നശിപ്പിച്ച് ഇപ്പോൾ സർക്കാർ ഭൂമി തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഇത് വളരെ സെൻസിറ്റീവായ അതിർത്തിയാണ്, നിർണായക പ്രാധാന്യമുള്ള, തന്ത്രപ്രാധാന്യമുള്ള അതിർത്തിയാണ് നേപ്പാൾ അതിർത്തി. അത് ഭദ്രമാക്കുക എന്നുള്ള കടമയാണ് നിർവഹിച്ചത് അവിടെ. ഈ ജില്ലകൾ ബഹ്റായിച്ച്, ശ്രാവസ്തി, സിദ്ധാർത്ഥ് നഗർ, ശ്രാവസ്തിയൊക്കെ ബുദ്ധനുമായി ബന്ധപ്പെട്ട സ്ഥലമാണല്ലോ, മഹാരാജ്ഗഞ്ച്, ബൽറാംപൂർ, ലഖിംപൂർ ഖേരി, 10-15 കിലോമീറ്റർ ചുറ്റളവിൽ അതിർത്തിയിൽ, നേപ്പാൾ അതിർത്തിയിൽ 10-15 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ശുദ്ധീകരണം നടന്നിരിക്കുന്നത്. ഉത്തർപ്രദേശ് റവന്യൂ കോഡിൻ്റെ 67-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ 67-ാം വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട്, നിയമയുദ്ധങ്ങൾക്കൊക്കെ പോകാതെ അതിവേഗം ഈ അനധികൃത കെട്ടിടങ്ങൾ തകർക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന വകുപ്പാണത്, 67-ാം വകുപ്പ്. ഇനി ബഹ്റായിച്ച് ജില്ലയിൽ നാൻപുര എന്ന് പറഞ്ഞ താലൂക്കിലാണ് ഇത് നശിപ്പിച്ചത്. 227 കെട്ടിടങ്ങൾ അവിടെയാണ് നശിപ്പിച്ചത്. 89 എണ്ണം ഈ അനധികൃതമായിട്ട് പെട്ടതാണ്. പക്ഷേ
ആ നശിപ്പിച്ച കെട്ടിടങ്ങളിൽ മദ്രസയോ മോസ്കോ ഇല്ല. അല്ലാത്ത അനധികൃത കെട്ടിടങ്ങളാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഈ ശ്രാവസ്തി, അവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായ നടപടി വന്നിരിക്കുന്നത്. ബുദ്ധൻ്റെ ഈ പ്രഭാഷണങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് ശ്രാവസ്തി. 17 മദ്രസകൾ അവിടെ തകർത്തു. ഭിങ്ക, അതായത് ശ്രാവസ്തിയിൽ തന്നെയുള്ള ഭിങ്കയിൽ 10 എണ്ണം, പിന്നെ ജുമുൻഹയിൽ 7 എണ്ണം. ഇതൊന്നും അംഗീകാരം ഉള്ളതല്ല, അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്നതാണ്. സർക്കാർ ഭൂമിയിൽ ആണ് ഇവ, സർക്കാർ ഭൂമി കയ്യേറി പ്രവർത്തിക്കുന്നതാണ് അവ. സിദ്ധാർത്ഥ നഗർ ജില്ലയിൽ ഫരന്ത, നൗദൻസ, നിച്ച്ലോൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ 19 എണ്ണം തകർത്തു. അതിൽ 1 എണ്ണം കോടതി കേസ് ഉള്ളത് കൊണ്ട് അതൊന്നും ചെയ്തില്ല. പിന്നെ ലഖിംപൂർ ഖേരിയിൽ പാലിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൃഷ്ണനഗർ കോളനിയിലെ മോസ്ക് തകർത്തു. ഈ തകർക്കുന്നതിന് തൊട്ട് മുമ്പ് അവിടെ നമസ് നടന്നിരുന്നു. ബൽറാംപൂർ 5 എണ്ണം, പിന്നെ 2 എണ്ണം തുളസിപൂരിൽ, ബൽറാംപൂരിൽ തന്നെ 7 എണ്ണം ആകെ. മുൻപ് ഈ പരിമിതമായ രീതിയിലാണ് ഈ നടപടികളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഈ അംഗീകാരമില്ലാത്ത മദ്രസകൾ, അനധികൃത മതകേന്ദ്രങ്ങൾ ഒക്കെ ഈ നിയമവിരുദ്ധമായത് ഒക്കെ ഇത്തവണ അങ്ങനെ നോക്കിയിട്ടില്ല. പരിമിതമായ രീതിയിലല്ലായിരുന്നു നടപടി. മതവിവേചനമൊന്നും ഇതിൽ നോക്കിയിട്ടില്ല. അനധികൃതമാണോ അല്ലയോ എന്നുള്ളത് മാത്രമാണ് നോക്കിയിരിക്കുന്നത്. കൂണുപോലെ ഇങ്ങനെ മുളച്ചു പൊന്തുകയായിരുന്നു മദ്രസകളും മോസ്കുകളും ഈ നേപ്പാൾ അതിർത്തിയിൽ. അപ്പോൾ UPയുടെ ന്യൂനപക്ഷ സഹമന്ത്രി ഡാനിഷ് ആസാദ് അൻസാരി പറഞ്ഞിരുന്നു, വഖഫ് സ്വത്തിൻ്റെ മുകളിലുള്ള നിയമപരിഷ്കാരം അടിയന്തരമായി അവിടെ ഉത്തർപ്രദേശിൽ നടപ്പാക്കേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ന്യൂനപക്ഷ സഹമന്ത്രി ഡാനിഷ് ആസാദ്, അദ്ദേഹമാണ് വഖഫ് കാര്യങ്ങളും നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ദേശാഭിമാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രവൃത്തി യോഗി ആദിത്യനാഥിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ പ്രത്യേകിച്ച് ഈ ഹരിദ്വാറിലുമൊക്കെ ഹിമാലയ സാനുക്കളിലൊക്കെ അടുത്ത സംസ്ഥാനമാണല്ലോ, ഉത്തരാഖണ്ഡിലും ഇങ്ങനെ കൂണുകൾ പോലെ മുളച്ച് പൊന്തുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിരോധ കേന്ദ്രങ്ങളിലാണത്. പ്രതിരോധ സേനയുടെ ഭൂമിയുണ്ട് അവിടെ. ആ ഭൂമിയിൽ സ്കൂളുകൾ ഒക്കെ ഉണ്ടല്ലോ, അത്തരം കേന്ദ്രങ്ങളിലാണ് ഇങ്ങനെ ഈ എന്താ പറയുക, ഈ ശവകുടീരങ്ങൾ ഏതെങ്കിലും ഒരു സൂഫി വര്യൻ്റെ പേരിലാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ശവകുടീരങ്ങളൊക്കെ പൊന്തി വരണം എന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് വേണമല്ലോ അത്. അങ്ങനെയല്ല, ഇത് പുതിയതായിട്ട് പച്ച തുണിയൊക്കെ വിരിച്ചിട്ട് ഇങ്ങനെ ശവകുടീരങ്ങളും മുളച്ച് പൊന്തുന്നുണ്ട്. എന്നിട്ട് ഇത് കൊണ്ടുപോയി വഖഫിൽ രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക. ഇതാണ് പരിപാടി. അപ്പോൾ ഉത്തരാഖണ്ഡിലും സമീപകാലത്ത് ഇതുപോലത്തെ കുറേ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന കുറേ ആളുകളെയൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം. ഈ ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലൊക്കെ മോദി ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടാണ് യോഗി നേപ്പാൾ അതിർത്തിയിലാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് ഇറങ്ങി ഇത് മുഴുവൻ തകർത്തിരിക്കുന്നത്. എന്തായിരിക്കും ഇനി മുന്നോട്ട്? ഈ തകർത്ത് കഴിയുമ്പോൾ ഒരു പ്രതിഷേധം സ്വാഭാവികമായി നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടാകാൻ? ഇപ്പോൾ അവിടെ വലിയ പ്രതിഷേധമൊന്നുമില്ല. ഇപ്പോൾ ഉത്തർപ്രദേശിൽ പ്രതിഷേധിച്ചു കഴിഞ്ഞാലുള്ള അനുഭവമൊക്കെ അറിയാം. ഇപ്പോൾ ഭീകരരുടെ വീടുകൾ തകർത്തില്ല 8 എണ്ണം, മറ്റ് പഹൽഗാമിലും അടുത്തുമൊക്കെ. ഇതുപോലെ അവിടെ ഭീകരന്മാരുടെ വീടുകൾ തകർക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത കാലത്ത് നമ്മൾ പഞ്ചാബിനെ പറ്റിയൊരു ചർച്ച ചെയ്തപ്പോൾ ഉത്തർപ്രദേശിൽ ഇങ്ങനെ അനുഭവം വരുന്ന ആളുകളുണ്ടല്ലോ, മദ്രസ പോകുന്നു, മോസ്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പഞ്ചാബിലേക്ക് കുടിയേറുക. പഞ്ചാബിലെ ആപ്പിൻ്റെ ഭരണമാണല്ലോ, ചോദിക്കാനും പറയാനും ആളൊന്നുമില്ല. പഞ്ചാബിലാണെങ്കിൽ പാകിസ്ഥാൻ്റെ അതിർത്തിയൊക്കെ ധാരാളം ഉണ്ട് താനും. അപ്പോൾ ആ പഞ്ചാബിൽ പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ ആണ് പിന്നെ മോസ്കുകളും ഒക്കെ. അവിടെ ഈ സീസണലായിട്ടാണ് ഈ ആളുകൾ ഉത്തർപ്രദേശിൽ നിന്ന് ജോലിക്ക് പോകുന്നത്. ചില സീസണിലാണ് ജോലി ഉണ്ടാവുക.
സീസണലാണെങ്കിൽ പോലും ഇപ്പോൾ അവർ അവിടെ മോസ്കുകൾ പണിതുയർത്തുന്നുണ്ട് ഈ പോകുന്ന മുസ്ലിങ്ങൾ. അപ്പോൾ പഞ്ചാബിലിപ്പോൾ ധാരാളം മോസ്കുകളും മദ്രസകളും ഒക്കെ പെരുകുന്നുണ്ട്. കുറേ കാലം അവർ പ്രവർത്തിക്കില്ല ഇവർ ജോലിക്ക് പോകുമ്പോൾ. പക്ഷെ മോസ്കും മദ്രസയും ഇവർ പോകുന്നിടത്തൊക്കെ വേണമെന്ന് നിർബന്ധമാണല്ലോ. അനധികൃതമായിരിക്കും എല്ലാം, പക്ഷേ വോട്ട് ബാങ്ക് ആയതുകൊണ്ട് നിലനിർത്തി കൊടുക്കും കോൺഗ്രസും ഈ ആപ്പും പോലത്തെ പാർട്ടികളൊക്കെ. ഇതാണ് ചെയ്യുന്നത്. അതാണിപ്പോൾ നേപ്പാൾ അതിർത്തിയിൽ യോഗി കൈകാര്യം ചെയ്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.